എല്ലാവർക്കും മല്ലൂടിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് സിനിമകൾ ഇന്ന് റിലീസ് ചെയ്തിട്ടുണ്ട്. ദാവീദ്, പ്രാവൻകുടി ഷാപ്പ്, ബ്രൊമാൻസ് തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ അപ്ഡേറ്റ് കുടുംബശ്രീയും കുഞ്ഞാടും എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണിത്. ധ്യാൻ ശ്രീനിവാസനാണ് സിനിമയിലെ നായകൻ. ഈ സിനിമ ഇന്ന് മനോരമ മാക്സിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. സിനിമ ഇപ്പോൾ എല്ലായിടത്തും അവൈലബിൾ ആണ്. അടുത്തൊരു അപ്ഡേറ്റ് ടെസ്റ്റ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമ ഒരു ഡയറക്റ്റ് OTT മൂവിയാണ്. നയൻതാര, സിദ്ധാർത്ഥ്, മാധവ് ഇവരാണ് ടെസ്റ്റ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഒരു സ്പോർട്സ് മൂവിയാണ് ടെസ്റ്റ്. ഈ സിനിമയുടെ OTT ഇപ്പോൾ വന്നിരിക്കുകയാണ്. നെറ്റ്ഫ്ലിക്സിലാണ് ടെസ്റ്റ് സിനിമ റിലീസായിരിക്കുന്നത്. എല്ലാ ഭാഷകളിലും അവൈലബിൾ ആണ്. അടുത്തൊരു അപ്ഡേറ്റ് കടൈസി തോട്ട എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തമിഴ് സിനിമയാണ്. തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് സിനിമ സ്വന്തമാക്കിയത്. ഈ സിനിമ ഇപ്പോൾ സിംപ്ലി സൗത്തിൽ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. അടുത്തൊരു അപ്ഡേറ്റ് എമ്പുരാൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. എമ്പുരാൻ സിനിമ ഇപ്പോൾ 250 കോടി ക്ലബിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടുന്ന സിനിമയായി മാറിയിരിക്കുകയാണ് എമ്പുരാൻ. എമ്പുരാൻ സിനിമയുടെ OTT റെക്കോർഡ് തുകയ്ക്കാണ് വിറ്റുപോയിരിക്കുന്നത്. 60 കോടിക്ക് ആമസോൺ പ്രൈം അല്ലെങ്കിൽ ജിയോ ഹോട്ട്സ്റ്റാർ വാങ്ങിച്ചെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. സിനിമ റിലീസായിട്ട് 45 ദിവസത്തിന് ശേഷമായിരിക്കും എമ്പുരാൻ സിനിമ OTTയിൽ വരുന്നത്. ലൂസിഫർ നേരത്തെ വാങ്ങിയത് ആമസോൺ ആണ്. അതുകൊണ്ട് ചിലപ്പോൾ ആമസോണിലായിരിക്കും എമ്പുരാൻ സിനിമ OTT റിലീസ് ചെയ്യുന്നത്. എമ്പുരാന്റെ HD പ്രിന്റ് നേരത്തെ ലീക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അടുത്തൊരു അപ്ഡേറ്റ് ലവ് യു അപ്പ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ഹിന്ദി സിനിമയാണ്. ഈ സിനിമ ഇന്ന് ജിയോ ഹോട്ട്സ്റ്റാറിൽ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. അടുത്തൊരു അപ്ഡേറ്റ് ടച്ച് മീ നോട്ട് എന്ന സീരീസുമായി ബന്ധപ്പെട്ടതാണ്. ജിയോ ഹോട്ട്സ്റ്റാറിൽ ഇന്നിറങ്ങിയ സീരീസാണ് ടച്ച് മീ നോട്ട്. ഇതൊരു ത്രില്ലർ സീരീസാണ്. മലയാളം, തമിഴ്, തെലുങ്ക് തുടങ്ങി എല്ലാ ഭാഷകളിലും ഈ സീരീസ് ഇറങ്ങിയിട്ടുണ്ട്. ജിയോ ഹോട്ട്സ്റ്റാറിൽ കയറിയാൽ നിങ്ങൾക്കത് കാണാവുന്നതാണ്. അടുത്തൊരു അപ്ഡേറ്റ് ബാഡ് ബോയ്സ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ എവറേജ് അഭിപ്രായമാണ് ബാഡ് ബോയ്സ് സ്വന്തമാക്കിയത്. ഒരു ഫാമിലി കോമഡി മൂവിയായിരുന്നു ബാഡ് ബോയ്സ്. റഹ്മാന്റെ തിരിച്ചറിവ് തന്നെയായിരുന്നു ബാഡ് ബോയ്സിലൂടെ. ഒമർ ലല്ലു ആണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. സെന്തിൽ, ബിബിൻ ജോർജ്, ധ്യാൻ ശ്രീനിവാസൻ, പിഷാരടി, മുകേഷ്, റഹ്മാൻ തുടങ്ങി ഒരുപാട് പേര് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. മനോരമ മാക്സ് ആണ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. കമ്മീഷൻ എന്ന പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. വിഷുവിനായിരിക്കും ബാഡ് ബോയ്സ് സിനിമ മനോരമ മാക്സിൽ റിലീസാവുന്നത്. എക്സ്പെക്റ്റഡ് ഡേറ്റ് നോക്കിയാൽ ഏപ്രിൽ 11. അടുത്തൊരു അപ്ഡേറ്റ് മുർമുർ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തമിഴ് സിനിമയാണ്. ഈ സിനിമ ഇന്ന് ആമസോൺ പ്രൈമിൽ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. ഇതൊരു ഹൊറർ മൂവിയാണ്. തിയേറ്ററിൽ നിന്ന് മോശം പ്രതികരണമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. അടുത്തൊരു അപ്ഡേറ്റ് DNA എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. അസ്കർ, അന്ന റെജി, റായ് ലക്ഷ്മി തുടങ്ങിയവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. സിനിമയ്ക്ക് എവറേജ് അഭിപ്രായമാണ് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. ഇപ്പോൾ ഒടുവിൽ DNA സിനിമയുടെ OTT മനോരമ മാക്സ് വാങ്ങിച്ചിരിക്കുകയാണ്. ഏപ്രിൽ മാസം 10 മുന്നേ മനോരമ മാക്സിൽ DNA സിനിമ റിലീസാകുന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ദാവീദ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ അത്യാവശ്യം നല്ല റെസ്പോൺസ് ആണ് ദാവീദ് സ്വന്തമാക്കിയത്. ദാവീദ് ഒരു ആക്ഷൻ മൂവിയായിരുന്നു. അതുകൊണ്ട് തന്നെ ആരാധകർക്ക് സിനിമ ഇഷ്ടപ്പെട്ടു. പക്ഷേ സിനിമയ്ക്ക് വേണ്ടത്ര വിജയം നേടാൻ സാധിച്ചില്ല. ആന്റണി വർഗീസ് ആണ് സിനിമയിലെ നായകൻ. ഇപ്പോൾ അവസാനം ആമസോൺ പ്രൈമാണ് ദാവീദ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ അടുത്ത വീക്കിലായിരിക്കും OTT റിലീസ്. വിഷു സ്പെഷ്യലായിട്ട് ഏപ്രിൽ 11 ആയിരിക്കും ദാവീദ് സിനിമ ആമസോൺ പ്രൈമിൽ വരുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് പ്രാവൻകുടി ഷാപ്പ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു കോമഡി ത്രില്ലർ സിനിമയാണ്. എവറേജ് അഭിപ്രായമാണ് പ്രാവൻകൂട് സ്വന്തമാക്കിയത്. പക്ഷേ നല്ല കഥയാണ് സിനിമ പറഞ്ഞു പോകുന്നത്. അവസാനം വരെ ത്രില്ലടിച്ച് കാണാൻ പറ്റിയ സിനിമയാണ് പ്രാവൻകുടി ഷാപ്പ്. ബേസിൽ, ചെമ്പൻ വിനോദ്, സബിൻ ഷാഹിർ ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. സോണി ലീവ് ആണ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ഏപ്രിൽ മാസം 11 പ്രാവൻകുടി ഷാപ്പിന്റെ ഒഫീഷ്യൽ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ബ്രൊമാൻസ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ നല്ല റെസ്പോൺസ് ആണ് ബ്രൊമാൻസ് സ്വന്തമാക്കിയത്. അത്യാവശ്യം കോമഡി സിനിമയിലുണ്ട്. അർജുൻ അശോകൻ, മഹിമ, മാത്യു തോമസ്, കലാപൻ ഷാജോണാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTTക്ക് വേണ്ടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. തിയേറ്ററിൽ നിന്ന് നല്ല പ്രതികരണമാണ് ബ്രൊമാൻസ് സ്വന്തമാക്കിയത്. ഇപ്പോൾ ഒടുവിൽ ആമസോൺ പ്രൈം തന്നെയാണ് ബ്രൊമാൻസ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ വിഷുവിന് ഇറക്കാനാണ് അവരുടെ പദ്ധതി. എക്സ്പെക്റ്റഡ് ഡേറ്റ് നോക്കിയാൽ ഏപ്രിൽ 11 ആയിരിക്കും ബ്രൊമാൻസ് സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഹണ്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു മിസ്റ്ററി ത്രില്ലർ സിനിമയാണ്. ഭാവനയാണ് സിനിമയിലെ നായിക. തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് ഹണ്ട് സിനിമ സ്വന്തമാക്കിയത്. എങ്കിലും OTTക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. കാരണം നല്ലൊരു ത്രില്ലിംഗ് സിനിമയാണ് ഹണ്ട്. അത്യാവശ്യം ഹൊററും സിനിമയിലുണ്ട്. ഒരു കോളേജിലുണ്ടാകുന്ന കഥയാണ് സിനിമ പറഞ്ഞു പോകുന്നത്. ഇപ്പോൾ ഒടുവിൽ മനോരമ മാക്സ് ആണ് ഹണ്ട് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ കഴിഞ്ഞ വീക്ക് വന്നിട്ടുണ്ടായിരുന്നു. വിഷുവിനെ ഏപ്രിൽ 11 ഹണ്ട് സിനിമയുടെ OTT
റിലീസ്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.